people going against Muslims or Kashmiris, we don't want this. We want peace and only peace. Of course, we want justice. അതായത് ഈ തീവ്രവാദത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെയും കശ്മീരികളെയും ടാർഗറ്റ് ചെയ്യരുതെന്നാണ് അവർ പറയുന്നത്. പൊതുവെ ഇവിടുത്തെ സംഘപരിവാർ അനുകൂലികൾ എടുത്തിടുന്ന ഒരു സംഭവമാണ് രാജ്യസ്നേഹം. അതിർത്തിയിലെ പട്ടാളക്കാർ, അവർക്ക് നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്ട്. ഈ അതിർത്തിയിലെ പട്ടാളക്കാരും നേവൽ ഓഫീസറും ഒക്കെ ഇവർക്ക് പാട്രിയോട്ട് ആയിരിക്കും എപ്പോ ഇവർക്ക് വേണ്ടി ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ കൂട്ടു നിൽക്കുമ്പോൾ മാത്രം. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം ഈ പുള്ളിക്കാരിക്കെതിരെ വരുന്ന ഹെയ്റ്റ് എത്രത്തോളമാണ് നമ്മൾ ചുമ്മാ എക്സ്, അതായത് ട്വിറ്ററിൽ കയറി നോക്കിയാൽ കാണാം. ചൂത്തിയ ഔരത്ത്. ചൂത്തിയ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഒരു തെറിവാക്കാണ്. ആർമിക്കാരുടെ ഭാര്യമാരെ വിശ്വസിക്കരുത്, അവരെല്ലാം രാജ്യദ്രോഹികളാണ്. ചിലപ്പോൾ അവർ സെക്യുലറിസ്റ്റിനൊക്കെ വേണ്ടി സംസാരിച്ചെന്ന് വരും. താങ്ക് യു മോദി ജി ഫോർ നോട്ട് ടേക്കിംഗ് റിവെഞ്ച്. ഏത് രാജ്യത്തെ സിവിലിയൻസിന്റെ സുരക്ഷ കാത്തുരക്ഷിക്കാൻ കഴിയാത്ത മോദിജി റിവെഞ്ച് എടുക്കാൻ പോകുമെന്ന് ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് റിവെഞ്ച് എടുക്കരുതുമെന്ന് ഏതോ കാട്ടുസംഖി പറയുന്നുണ്ട്. JNU പ്രോഡക്റ്റ്, വാട്ട് ആർ യു എക്സ്പെക്ടിങ്? അതായത് സെക്യുലറിസം സംസാരിക്കുന്ന, ഹ്യൂമാനിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന, മനുഷ്യത്വം എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ആൾക്കാരെല്ലാം JNU പ്രോഡക്റ്റ് ആണെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അപ്പൊ JNU പഠിക്കുന്നവരെല്ലാം ഇതൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് ഈ പെൺകുട്ടി വിശ്വസിക്കുന്നുണ്ട്, ഒരു എക്സെപ്ഷൻ ഒഴികെ. നിർമ്മല സീതാരാമൻ സേസ് ഹായ്, ബേക്കാർ മേ ഭാരത് സർക്കാർ പരേഷാൻ ഹെ, ഇൻകോ ബദ്ല ഭി നഹി ലേനാ ഹെ. അതായത് ഇന്ത്യൻ സർക്കാർ വെറുതെ ടെൻഷനിലാണ്, ഇവർക്ക് റിവെഞ്ച് ഒന്നും വേണ്ട. അതെ, ഇവർക്ക് ജസ്റ്റിസ് വേണം. ആരിൽ നിന്ന്? അവരുടെ ഭർത്താവിനെ കൊന്ന ആൾക്കാർക്ക് തക്കതായ ശിക്ഷ ലഭിച്ച് ജസ്റ്റിസ് വേണം. അല്ലാതെ അവർക്ക് ജസ്റ്റിസ് വേണ്ടത് ഇന്ത്യയിലെ മുസ്ലിംസിനെ കൊന്നിട്ടോ അല്ലെങ്കിൽ കശ്മീരികളെ കൊന്നിട്ടോ ഒന്നുമല്ല. പക്ഷെ ഈ പറയുന്ന വർഗീയവാദികൾക്ക് അതല്ല വേണ്ടത്. അതാണ് ഡിഫറൻസ്. ക്യാ പതാ കോയി അബ്ദുൽ പസന്ദ് ആ ഗയാ ഹൈ, ആഖിർ ഇത്നി ലംബി ജിന്ദഗി വിധവാ രഹകർ തോ നഹി ഗുസാരേഗി. അതായത് കശ്മീരിൽ വെച്ച് ഏതോ അബ്ദുളിനെ കണ്ട് അയാളെ ഇഷ്ടപ്പെട്ടു, എന്തായാലും ഈ ജീവിതകാലം മുഴുവൻ വിധവയായിട്ടൊന്നും താമസിക്കാൻ പോകുന്നില്ലല്ലോ എന്ന രീതിയിലുള്ള സ്ലട്ട് ഷെയ്മിങ്. ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്താൽ ഓക്കെ, ഒരു സപ്പോർട്ടാണ് കേട്ടോ ഫുള്ള്. രണ്ടി ഹെ സാലി, പൈസൊക്കെ പീച്ച് ഭാഗ് രഹി ഹെ. ഹിന്ദിയിൽ രണ്ടി എന്ന് പറഞ്ഞാൽ വേശ്യ എന്നാണ്. പൈസയുടെ പിറകെ ഓടുകയാണ് ഈ വേശ്യ എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. വെടികൊണ്ട് മരിച്ച ഒരു നേവി ഓഫീസറിന്റെ ഭാര്യ, അവർക്ക് അവർ കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് വേശ്യ എന്ന് വിളിച്ചു. ഇവിടുത്തെ സംഘികൾക്ക് ഈ 26 ഹിന്ദുക്കൾ മരിച്ചതിലൊന്നും വലിയ ദുഃഖമൊന്നുമില്ല. ആ 26 ഹിന്ദുക്കളുടെ മരണത്തെ ഒരു അവസരമാക്കി എടുത്ത് ഇവിടുത്തെ സാധാരണ മുസ്ലിമുകൾക്കെതിരെയും കശ്മീരികൾക്കെതിരെയും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക, അവരെ ഉപദ്രവിക്കുക, അവരെ ഉന്മൂലനം ചെയ്യുക എന്ന ആഹ്വാനം ചെയ്യുക, ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത്. അല്ലാതെ ശരിക്കും മരിച്ച ആൾക്കാരോട് ഇവർക്ക് യാതൊരു സിമ്പതിയും എമ്പതിയും ഒന്നുമില്ല.